ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക്. എല്ലാ മാസവും രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വരുന്നവർ അവർ ശ്രദ്ധിക്കുക. അതായത് ഒരു രോഗം മാറി, തലവേദന മാറി, പിറ്റേ മാസം കൈക്ക് വേദനയായിട്ട് വരും, അതിൻ്റെ പിറ്റേ മാസം കാലിന് വേദനയായിട്ട് വരുന്ന സ്ഥിരം രോഗികൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളെ കർത്താവ് എത്ര സുഖപ്പെടുത്തിയാലും നിങ്ങൾ മറ്റൊന്ന് മേടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കാരണം നിങ്ങൾ കർത്താവിനെ വചനം കേൾക്കാൻ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകലെയാണ്. യാതൊരു സംശയമില്ല. നമുക്കൊക്കെ മനുഷ്യജീവിതമാണ്. വർഷത്തിൽ ഒരിക്കൽ നമുക്കൊക്കെ രോഗങ്ങൾ വരാറുണ്ട്, സ്വാഭാവികമാണ്. അതല്ല ഞാൻ പറയുന്നത്. എല്ലാ മാസവും ഒന്നിൻ്റെ പുറകെ ഒന്ന് മേടിച്ചുകൊണ്ട് വരുന്ന സഹോദരന്മാരോ സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം മാറാനുണ്ട്. നിങ്ങൾ ഇനിയും ആത്മീയതയിലേക്ക് വരാനുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് സാത്താൻ നിങ്ങളെ ഒരെണ്ണം കർത്താവ് സുഖപ്പെടുത്തുമ്പോൾ അടുത്തടുത്ത് അടി നൽകി നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിയായ ആത്മീയ മാർഗത്തിലേക്കോ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ശരിയായ ഭക്തിയിലേക്കോ നിങ്ങൾ വന്നിട്ടില്ല എന്നതിന് നിങ്ങൾക്ക് അടയാളം തരുന്നതാണ്. ഹല്ലേലൂയ. അഥവാ നിങ്ങളൊരു ക്ഷമിക്കുന്ന സ്നേഹം കാണിച്ചാൽ അത് പരസ്യത്തിന് വേണ്ടി കാണിക്കുന്നതാണെന്ന് കർത്താവ് കാണുന്നുണ്ടാവാം. എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നന്മ പറയണം, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്ന് കർത്താവ് കാണുന്നുണ്ടാവാം. അതുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്. അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് യോഗ്യം, കർത്താവ് നോക്കുമ്പോൾ യോഗ്യമല്ലാത്ത രീതിയിലുള്ള ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഒരു രോഗശാന്തി ചെയ്തു കഴിഞ്ഞാൽ സാത്താൻ അടുത്ത മാസം അടുത്ത രോഗം നിങ്ങൾക്ക് നൽകിയിരിക്കും. അതായത് നിന്നെ ഏതെങ്കിലും തരത്തിൽ രോഗിയാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കണം, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നമ്മൾ കണ്ടെത്തണം. ഹല്ലേലൂയ. കണ്ടെത്തി അത് ക്ലിയർ ചെയ്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ ദൈവദാസൻ ബിബിൻ വഴി ദൈവം ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എന്താണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ഒരാളെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നീ ഇപ്പോൾ ആയിരിക്കുന്ന വഴി വിട്ടിട്ട് എൻ്റെ കൂടെ നീ സഞ്ചരിക്കണം, എൻ്റെ കൂടെ നടക്കണം, എനിക്ക് വേണ്ടി സംസാരിക്കണം. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മറിച്ച് നിങ്ങളെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുവേ ആരാധന. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കേണ്ടത്. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ജീസസ് വിഷൻ ഫാമിലിയിലുള്ള ഒരുപാട് പേർ വിശുദ്ധരായിട്ടുണ്ട്, ഒരുപാട് പേർ ആത്മീയ ജീവിതത്തിലേക്ക് ആഴമായി വളർന്നിട്ടുണ്ട്, ഒരുപാട് പേർ വചനത്തിലേക്ക് വളർന്നിട്ടുണ്ട്, ഒരുപാട് പേർ ആത്മീയ ജീവിതം കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിട്ടുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ ടീമിനുണ്ട്. നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ മൈന്യൂട്ട് കാര്യം പോലും നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. യേശുവേ ആരാധന, യേശുവേ സ്തുതി. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്ക് എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി നിങ്ങളെ വിളിച്ച ദൈവത്തെ നല്ല ഉണർവോടെ, ഇങ്ങനൊന്നുമല്ല, നല്ല ഉണർവോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക, ശക്തിയോടെ സ്തുതിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ സ്തുതിക്കുക. വിളിച്ച ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുക. ഓ, ദൈവത്തെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ന് എടുക്കുന്ന ഈ ക്ലാസ് നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ക്ലാസ്സിൽ, ഞാൻ പല ക്ലാസ്സുകൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ട്. അങ്ങനെ ആ ക്ലാസ് ശ്രദ്ധിച്ച് മാറ്റാൻ ശ്രമിച്ചവർക്ക് വിടുതലുണ്ടായിട്ടുണ്ട്. അവരുടെ ഭൗതികമായ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നിട്ടുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭൗതികമായും ആത്മീയമായും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ലീഡേഴ്സിന് പോലും, അവരുടെ ജീവിതത്തിൽ പോലും ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഈ എടുക്കുന്ന കർത്താവിൻ്റെ ഉപദേശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്താൽ നടക്കുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ വായിക്കാൻ പോകുന്നത്
നിയമാവർത്തന പുസ്തകം നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്തിട്ട് വായിക്കണം. നമ്മുടെ ഹാളിൽ വരുന്നവരുടെ കയ്യിലെല്ലാം ബൈബിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയാണ് നമ്മുടെ ഹാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ്. വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ ആരാണ്? എല്ലാവരും പറഞ്ഞേ, നമ്മൾ ആരാണ്? നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ്. ഈ ബോധ്യം ആദ്യം കൊണ്ടുവരണം. ഫസ്റ്റ് നിങ്ങൾ ഈ ബോധ്യം കൊണ്ടുവരണം. ഈ ബോധ്യം വാക്കാലുണ്ട്, അല്ല ജീവിതത്തിൽ കൊണ്ടുവരണം. എപ്പോഴും ഞാൻ പറയും, ഞങ്ങൾ ദൈവമക്കളാണ്. വാക്കാലുണ്ട്, പറ്റത്തില്ല, ജീവിതത്തിൽ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഇത് കൊണ്ടുവരണം. ഞങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ്. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ഡനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായ ഒരു ജനമാണ് നിങ്ങൾ. ഇവിടെ പറയുന്നത് ഇസ്രായേൽക്കാരോട് പറയാ, നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ്. ഇവിടെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് അന്നത്തെ കൾച്ചർ അനുസരിച്ച് ജനങ്ങൾ, ജാതികൾ ചെയ്തുകൊണ്ടിരുന്ന, ലോകക്കാരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവരുടെ ആരെങ്കിലും ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ മരിച്ചുപോയി. അപ്പോൾ മക്കളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയ, ഈ തലയുടെ മേൽ ഇവിടുത്തെ ഫ്രണ്ട് വശം മൊത്തം അങ്ങ് വടിക്കും. എന്ന് വെച്ചാൽ, ഞങ്ങൾക്കിനി നാഥനില്ല, ഞങ്ങൾക്കിനി കർത്താവില്ല, ഞങ്ങളെ നയിക്കാൻ കുടുംബനാഥനില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കാർന്നവരില്ലാതായിപ്പോയി എന്ന് വിലാപം ആചരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ദിവസങ്ങളിലെല്ലാം ആ വർണ്ണ വീട്ടിലുള്ളവരെല്ലാം ഈ തലയുടെ ഫ്രണ്ട് ഭാഗം മുണ്ഡനം ചെയ്യും, വടിച്ചു കളയും, മുടി വടിച്ചു കളയും. അപ്പം വടിച്ചു കളഞ്ഞിട്ട് അവർ ഈ പൊതുസ്ഥലത്തേക്കെല്ലാം ഇങ്ങനെ മ്ലാനമായി നടക്കുമ്പോൾ ലോകക്കാരെല്ലാം പറയും, ആ കുടുംബത്തിലെ കാർന്നവർ മരിച്ചുപോയി, ആ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന മകൻ മരിച്ചുപോയി, അതുകൊണ്ട് അവരെല്ലാം മുണ്ഡനം ചെയ്ത് നടക്കുന്നു. അതാണ്. അപ്പോൾ അവർ ഈ മുണ്ഡനം ചെയ്യുന്നതിൻ്റെ അർത്ഥം, ഇവിടുത്തെ ഈ തലയുടെ ഫ്രണ്ട് വടിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിന് ഇനി നാഥനില്ല, ഞങ്ങൾ ആരുമില്ല. ഏതാനാണ് നാഥനില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ അർത്ഥം കാണിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ഇടയിൽ മരണം നടന്നപ്പോൾ ഈജിപ്തിൽ വെച്ച് ഇവരെന്ത് ചെയ്തെന്നറിയോ, ഇവരും മരണം നടന്നു കഴിഞ്ഞാൽ ഇവരും തല മുണ്ഡനം ചെയ്യും, ഫ്രണ്ട് വടിച്ചു കളയും. ഫ്രണ്ട് വടിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ നാഥനില്ല എന്ന് ലോകക്കാർ കാണിക്കുന്ന അതേ കോപ്രായം ഇവരും കാണിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരോട് ഇടപെടാൻ തുടങ്ങി. ദൈവം ഇടപെടാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ആണ് നിൻ്റെ അപ്പൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ളത് വളർത്തപ്പൻ മാത്രമാണ്. നിൻ്റെ റിയൽ അപ്പൻ ഞാനാണ്. അത് കാരണം നിൻ്റെ വീട്ടിൽ ആരും മരിച്ചാലും ശരി തല മൊട്ടയടിച്ചു പോകരുത്. ഞാനാണ് നിന്നെ പോറ്റുന്നത്, ഞാനാണ് നിന്നെ വളർത്തുന്നത്. നിൻ്റെ വീട്ടിൽ ആരും മരിച്ചാലും ശരി മുണ്ഡനം ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലോകക്കാർ കാണിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു പോകരുത്. ഞാനാണ് നിന്നെ നയിക്കുന്നത്, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ പിതാവ്. അപ്പോൾ നീ ഇങ്ങനെ ലോകക്കാർ കാണിക്കുന്ന കണക്ക് കാണിച്ചാൽ എൻ്റെ പിതൃത്വം നീ നിഷേധിക്കുകയാണ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ലോകക്കാർ ചെയ്യുന്നത് പോലെ നീ ചെയ്താൽ എൻ്റെ പിതൃത്വം നിഷേധിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളിലും ലോകക്കാരങ്ങനൊക്കെ പോകും, നിങ്ങളങ്ങനെ പോകരുത്. കാരണം നമുക്കൊരു നാഥനുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ലോകക്കാർ പലതും കൊണ്ടാടും. ആ ലോകക്കാരെ നോക്കി നിങ്ങളായിരിക്കുന്ന പള്ളികളും കൊണ്ടാടും. കാരണം അങ്ങനെ പോയി യേശു ഇല്ലാത്ത ആൾക്കാർ എന്ത് കാണിക്കും? യേശു ഉള്ളവർക്ക് പറ്റത്തില്ല, യേശു ഇല്ലാത്തവർക്ക് എന്ത് പറ്റും? അത് കണ്ടുകൊണ്ട് നീ ചെയ്യരുത്. ദൈവം തുടക്കത്തിൽ തന്നെ ചെറിയ കാര്യത്തിൽ പോലും തൻ്റെ പിതൃത്വം, താൻ നിൻ്റെ കർത്താവാണെന്ന് സ്ഥിരമായി നീ വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവേ ആരാധന. എല്ലാവരും സ്തുതിക്കാം. കണ്ണുകളടച്ച്. അത്യുന്നതനായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം കോട്ടങ്ങൾ വന്നാലും അങ്ങൻ്റെ നാഥനാണ്, അങ്ങൻ്റെ നാഥനാണ്. മനുഷ്യനിൽ ഞാൻ ആശ്രയം വെക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു. അങ്ങൻ്റെ നാഥനാണ്. എല്ലാവരും പറഞ്ഞേ, കർത്താവായ യേശുവേ അങ്ങൻ്റെ നാഥനാണ്, അങ്ങൻ്റെ നാഥനാണ്. കർത്താവായ യേശുവേ അങ്ങൻ്റെ പിതാവാണ്. കർത്താവായ യേശുവേ
മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കുന്നില്ല, ഞാൻ അങ്ങിൽ ആശ്രയം വെക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യർ നഷ്ടപ്പെട്ടേക്കാം, മനുഷ്യർ മാറി നിന്നേക്കാം, അപ്പോഴും ഞാൻ തളരുകയില്ല. ഞാൻ അങ്ങിൽ ആശ്രയം വെക്കാം. അങ്ങാണ് എൻ്റെ പിതാവ്, അങ്ങാണ് എൻ്റെ പിതാവ്. ഇനി ദൈവത്തെ സ്തുതിക്കാമോ? ആ പിതാവിനെ സ്തുതിക്കാമോ? ആ പിതാവിനെ സ്തുതിക്കാമോ? യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ജീവിക്കുന്ന ദൈവമേ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ആമേൻ. ഇതൊരു ജീവിത നിയമമാണെങ്കിലും, ഒരു ജീവിതത്തിനുള്ള നിയമമാണിത് കേട്ടോ. ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് അപ്പോഴും നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പറയാം, നമ്മുടെ ജീസസ് വിഷൻ ഫാമിലി ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ മാവേലിയുടെ ഫെസ്റ്റിവലോ നമ്മുടെ ഫാമിലിയിൽ കർത്താവിൻ്റെ വചനം അറിഞ്ഞ ആരും ആഘോഷിക്കാൻ പോകില്ല. നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ജനങ്ങൾ ആ സമയത്ത് ഉപവാസ പ്രയറിൽ, നമ്മൾ മൂവാറ്റുപുഴയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഉപവാസ പ്രയറിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് പങ്കെടുത്ത് ആരാധിച്ചു കൊണ്ടിരിക്കും. കാരണം നമുക്ക് ഈ മാവേലിയെ അറിയത്തില്ല. നമുക്ക് ഈ ചവിട്ടി താത്തതോ അല്ലെങ്കിൽ ആണ്ടിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്നതോ ഇതൊന്നും ശ്രദ്ധിക്കാൻ നമ്മളെ സംബന്ധിച്ച് നേരമില്ല. ഇതാണ് സത്യം. നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തന്നെ സമയം തികയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഐതിഹ്യ കഥകളിലേക്ക് നമ്മുടെ ഫാമിലികൾ ആരും പോവാറില്ല. അതുകൊണ്ട് നമ്മൾ നീതിമാന്മാരാണ് എന്ന് നമ്മൾ കരുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള മറ്റെല്ലാ വിഗ്രഹ ആരാധകരെക്കാൾ നമ്മൾ കേമന്മാരാണ് എന്ന് ദൈവം നമ്മളെ കരുതുന്നുണ്ടോ? ഇല്ല. അപ്പം പിന്നെ ഇത് മാറി നിന്നിട്ട് എന്താ ബ്രദറെ കാര്യം? മാറി നിന്നിട്ട് കാര്യമുണ്ട്. മാറി നിൽക്കുന്നതിനനുസരിച്ച് നിൻ്റെ സമർപ്പണം ശക്തമാകുകയാണ്. മാറി നിൽക്കുമ്പോഴാണ് നിൻ്റെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി എന്ന വചനം നിന്നിൽ പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. നീ പകുതി വല്ലവർക്കും കൊടുക്കുന്നവനല്ല, പകുതി ടൈം വേറൊരുത്തനെ ആഘോഷിച്ചുകൊണ്ട് ആനന്ദിക്കുന്നവളല്ല നീ ഫുൾ ടൈം ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നിന്റെ ഹൃദയം വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിന്റെ കരങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ മാത്രം ഉയർത്തുന്ന കരങ്ങളാണ് നിൻ്റെത്. ഇത് ഈ ക്വാളിറ്റി ഉണ്ട്. ഈ ക്വാളിറ്റിക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഈ ക്വാളിറ്റിയെ കൂടി ഇല്ലാതാക്കുന്നത് മറ്റൊരു സംഭവത്തിലേക്ക് ഞാൻ വരാം. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അതായത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 11-13 വരെയുള്ള വാക്യങ്ങളിൽ ചില സംഭവങ്ങൾ ദൈവം നമ്മളെ കാണിച്ചു തരികയാണ്. നമുക്ക് ഈ നടന്ന സംഭവങ്ങൾ നമുക്ക് ആത്മീയമായ പഠനത്തിന് വേണ്ടി ദൈവം തന്നതാണ്. എന്താണ് ദൈവം തരുന്ന സംഭവം? എന്താണ്? വായിച്ചു നോക്കാം. നമുക്ക് സംഖ്യാപുസ്തകം 14, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതെ? അവർക്ക് ഞാൻ രോഗശാന്തി നൽകി, അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവർക്ക് ഞാൻ ആഹാരം കൊടുത്തു, അവരെ ഞാൻ ചെങ്കടൽ കടത്തി. എന്തെല്ലാമാണ് ആ കുടുംബത്തിന് ഞാൻ ചെയ്തത്? എന്തെല്ലാം രോഗശാന്തി, എത്ര അപമാനത്തിൽ നിന്ന് ആ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തി. ഇതാണ് ദൈവം ചോദിക്കുന്നത്. ഇതാണ് എന്തെല്ലാം പ്രാർത്ഥനകളാണ്, എത്ര പ്രാർത്ഥനകളാണ് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചത്. തുടർന്ന് വായിക്കുമ്പം, ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും, എന്നിട്ടും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയായതുകൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കാൻ പോകുകയാണ്. ഇതാണ് നോട്ട് ചെയ്യേണ്ടത്. ഒരുപാട് അനുഗ്രഹങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടും ദൈവത്തിൻ്റെ കൂടില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ദൈവം തന്നുകൊണ്ടിരിക്കും. ആദ്യം ഒന്ന് തന്നു, അപ്പം വരുമെന്ന് വിചാരിച്ചു. പിറ്റേന്നൊന്ന് തന്നു, അന്നേരം വരുമെന്ന് വിചാരിച്ചു. പിന്നെ ഈ അടുത്ത സമയത്തും കൂടെ നിനക്ക് ചോദിച്ചത് തന്നു, അപ്പോഴും നീ ആത്മാവിൽ വരുമെന്ന് വിചാരിച്ചു. വരുത്തില്ല. അത് കാരണം ഈ അനുഗ്രഹത്തിന് പകരം ഇനി അങ്ങോട്ട് ശാപം വരാൻ പോകുകയാണ്. ഇതാണ് തീരുമാനം. വായിച്ചുകൊള്ളുക.
എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ ഇതേപ്പറ്റി കേൾക്കും. അവിടുത്തെ ശക്തമായ കരമാണല്ലോ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതാണ് പറയുന്നത്. ഇത് സംഭവം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഈ തല മുണ്ടനം ചെയ്യാതെയും മരിച്ചു കഴിഞ്ഞാൽ തലയൊന്നും മുണ്ടനം ചെയ്യാതെ ഇവർ നിയമമൊക്കെ പാലിച്ചു. പക്ഷെ ഇവരുടെ ഹൃദയം ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ഇവർ കൽപ്പനകളൊക്കെ പാലിച്ചു. മുണ്ടനം ചെയ്യത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ അവർ ശുദ്ധിയൊക്കെ ശുദ്ധിയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കും. അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം ഇവർ കറക്റ്റ് ചെയ്തു. അതായത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആണ്ട് പൂജ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ലേ ചടങ്ങുകൾ, അതെല്ലാം അവരും ചെയ്തു. എങ്ങനെ ഇരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ പ്രാർത്ഥന, എങ്ങനെ മറുപടി പ്രാർത്ഥന ചൊല്ലണം, ഇതെല്ലാം അവരും ചെയ്തു. ഇപ്പം ദൈവം പറയുകയാണ്, ദൈവം പറയാം ഇത്രയൊക്കെ ഞാൻ ചെയ്തു, ഇതുങ്ങളെയൊക്കെ മഹാമാരി അയച്ച് ഞാൻ ഈ ജനത്തെ മൊത്തം മരുഭൂമിയിലിട്ട് കൊല്ലും. മോശയെടുത്ത് പറഞ്ഞു, നിന്നിൽ നിന്ന് ഇതിനേക്കാൾ ശക്തിയേറിയ ഒരു ജനതയെ ഞാൻ നിർമ്മിക്കും. ഇതാണ് പറഞ്ഞത്. മോശയെ വിവാഹം കഴിച്ചോളുക, നീ സ്ത്രീകളെ വിവാഹം കഴിച്ചോ, നിന്നിൽക്ക് ജനിക്കുന്ന തലമുറയെ ഞാൻ യാക്കോബിൻ്റെ സന്തതി അബ്രാമിന് കൊടുത്ത വാഗ്ദാനം ഞാൻ ആ തലമുറയിൽ കൊണ്ടുവരാം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, വൻ തലമുറകളെ മൊത്തം കൊന്നൊടുക്കാൻ പോകുക. ദൈവവചനം അനുസരിക്കുന്ന മോശയിൽ നിന്ന് ഒരു തലമുറ രൂപപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി, അബ്രാമിന് കൊടുത്ത വാഗ്ദാനം ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഒരു കുടുംബത്തിൽ 6 തലമുറ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ 10 സഹോദരങ്ങളുണ്ടെന്ന് വെച്ചുകൊള്ളുക. അതിൽ ഒരു സഹോദരങ്ങൾ അല്ലെങ്കിൽ 2 പേർ അല്ലെങ്കിൽ 3 പേർ മാത്രം ഉയരുകയും ബാക്കി 7 പേർ താഴെ കിടക്കുന്നതിൻ്റെ കാരണം ഈ വചനത്തിൻ്റെ അകത്തുണ്ട്. ചിലവർ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കണ്ണുനീര് വീഴ്ത്താത്ത ജീവിതം ചില കുടുംബങ്ങൾ നയിക്കും. ചില കുടുംബങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് പിന്മാറാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വലുത്, മനുഷ്യൻ്റെ വാക്കുകളല്ല, വാർഡുകാർ പറയുന്നതല്ല, പള്ളിയിൽ വരുന്ന സഹോദരിമാർ കുശുകുശിക്കുന്നതല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാ വലുതെന്ന് കരുതി ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവർ റോക്കറ്റ് പോലെ ഈ ഭൂമി കീഴടക്കും. 10 പേരുണ്ടെങ്കിൽ 3 പേര് ഉയരുക. 7 പേരോട് ചോദിക്കുക, അവരെന്താ ഉയർന്നത്, നിങ്ങളെന്താ ഉയരാത്തത്? അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാൻ പറ്റും നിങ്ങൾ ഉയർന്നതിൻ്റെ കാരണം വേറെയാണ്. മോശയെടുത്ത് പറയാം, അപ്പന്മാരെല്ലാം ഞാൻ ഈ ഹൃദയം കൊണ്ട് എന്നെ ആരാധിക്കാത്ത ഹൃദയം കൊണ്ട് ഞാൻ എത്ര ഉപകാരം ചെയ്തിട്ടും ഒരു ആത്മീയതയില്ല, ഒരു നന്മയില്ല, ഒരു മനുഷ്യ സ്നേഹമില്ല, ക്രിമിനലുകളായി ജീവിക്കുന്ന ഈ ക്രിമിനലുകളെ ഞാൻ നശിപ്പിക്കട്ടെ, നിന്നിൽ നിന്ന് വിശുദ്ധിയുള്ള ഒരു തലമുറയെ ഞാൻ ഭൂമിക്ക് നൽകാം. അപ്പം മോശകാലമാണ്, ദൈവമേ അത് ചെയ്യരുത്. ഈജിപ്തിൽ അങ്ങയുടെ നാമം ദുഷിക്കപ്പെടും, അങ്ങ് അവരെ ചെങ്കടൽ കടത്തി കൊണ്ടുപോയിട്ട് മരുഭൂമിയിലിട്ട് കൊന്നെന്ന് അവർ പറഞ്ഞ് അങ്ങയുടെ പേര് പറഞ്ഞ് കളിയാക്കും. അത് എനിക്ക് കേൾക്കാൻ വയ്യ, ഇവരെ തന്നെ നമുക്ക് നേരെയാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരു മോശയെ കാണുമ്പോൾ നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത്, അവർ മുടിമുണ്ടനമൊന്നും ചെയ്യുന്നില്ല, സാബത്ത് ആചരിക്കുന്നുണ്ട്, കാടപക്ഷി മഞ്ഞയൊക്കെ കഴിക്കുന്നുണ്ട്, കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൃദയം വേറെയാണ്, ഹൃദയത്തിലില്ല. അപ്പോൾ ദൈവം അവരുടെ കൂടെ ഇല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓണാഘോഷത്തിൽ നിന്ന് മാറിയെന്നോ, വിഗ്രഹ ആരാധനയിൽ നിന്ന് മാറിയെന്നോ, മറ്റ് അന്യ ആരാധനകളിൽ നിന്ന് മാറിയെന്നോ പറയുന്നത് കൊണ്ട് നമ്മൾ കേമന്മാരാകത്തില്ല. ആ മാറിയ നമ്മൾ ഹൃദയം കൂടെ ഒന്ന് കൊടുത്താൽ വാൻ അനുഗ്രഹം നേടും. നമ്മൾ ഹൃദയം കൂടെ കൊടുത്താൽ വാൻ അനുഗ്രഹമായിരിക്കും. മനസ്സിലാവുന്നോ? വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, എല്ലാവരും ഒന്ന് വലത് കരമൊക്കെ ഉയർത്തി, അല്ലെ 2 കരങ്ങളൊക്കെ ഉയർത്തി ആ ദൈവത്തെ സ്തുതിച്ചേ. ദൈവം ദുഷ്ടരായ ഒരു ലോക സന്താനങ്ങളെ വാഴ്ത്തുന്നവനല്ല ഭൂമിയിൽ. നല്ല ജനത്തെ ഉണ്ടാകാനും നല്ല ജനമുണ്ടാകാനും അവരുടെ തലമുറകൾ ഉണ്ടാകാനും ദൈവഭക്തരായ ജനങ്ങൾ ഭൂമി നിറയാൻ ദൈവം ആഗ്രഹിക്കുന്നു.
അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് വചനം തന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചെടുക്കുന്നത്. നല്ല വിശുദ്ധിയുള്ള ഒരു തലമുറ നിന്നിൽ ജനിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതിന് നീ തയ്യാറായാലുണ്ടല്ലോ, ഏത് തടസ്സവും മാറ്റി അനുഗ്രഹമാക്കി ദൈവം നിന്റെ കുടുംബത്തെ മാറ്റും. അതുകൊണ്ട് യൗവനക്കാരി നീ മനസ്സിലാക്കിയോ, നാളെ നീ കുടുംബിനി ആകുമ്പോൾ, നാളെ നിനക്കൊരു കുടുംബം ഉണ്ടാകുമ്പോൾ ഒരു വിശുദ്ധ തലമുറയാണ് നിനക്ക് ജനിക്കുന്നതെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് മോശയെ പോലെ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇവിടെ ഇതാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമം അനുസരിക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുവാണ്. ഇത് നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അതായത് നിയമാവർത്തനം 14:3 നമ്മളിനി വായിക്കാൻ പോകുന്നത്. നിങ്ങളിത് കേട്ട മനസ്സിലാക്കിയ കാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല. ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഈ വിശുദ്ധ വചനം ഒന്ന് വായിച്ചേ. നിയമാവർത്തന പുസ്തകം 14:3 ഒന്ന് വായിക്കാം. നമുക്ക് 3 മുതൽ വായിച്ചോ. അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്. ഇത് ഇരട്ടക്കുളമ്പുള്ളത്, അയവറുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ താഴോട്ട് തരുന്ന ഒരു ഭാഗമായത്. ഇതിൽ ഭക്ഷിക്കാൻ പാടില്ലാത്തതും ഭക്ഷിക്കാൻ പാടുള്ളതുമായ മൃഗങ്ങളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും ദൈവം വേർതിരിക്കുന്ന വചനഭാഗമാണ് ഈ സംഖ്യാപുസ്തകത്തിൽ, നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം എന്ന് പറയുന്നത്. ആ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം നമ്മുടെ ഫരിസേയന്മാരുടെ കാലഘട്ടം, മക്കബേയരുടെ ഒക്കെ കാലഘട്ടം എത്തിയപ്പോൾ ഫരിസേയന്മാർ, ശാസ്ത്രിമാരും ഫരിസേയന്മാരും സദുക്കേയരെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഇതിനെ വിശാലമായ ഒരു പ്രമാണമാക്കി മാറ്റി. ഭയങ്കര പ്രമാണം ആക്കി മാറ്റി. ഇപ്പം ഇവർക്ക് അങ്ങനെയൊന്നും കഴിക്കാനും വയ്യ, എടുക്കാനും വയ്യാത്ത രീതിയാക്കി. അങ്ങനെ വലിയ ഒരു നിയമ സംഹിത തന്നെ ഉണ്ടാക്കി ഇവരെല്ലാം കൂടി ഇരുന്ന്. അത് ദൈവം പറഞ്ഞ വചനം ഇവിടെ നിയമാവർത്തന പുസ്തകം 14 കിടപ്പുണ്ട്. നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ച് കേട്ടാൽ ഞാൻ പറയുന്നത് മനസ്സിലാവും. ദൈവം പറഞ്ഞത് 14 ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ശാസ്ത്രിമാരും പരിസയന്മാരും എന്തിട്ട് ആ പറഞ്ഞതിനെ അവർ മാനുഷികമായി അവരന്നേരം കാണുന്ന കൾച്ചർ അനുസരിച്ച് അവരൊരു നിയമം ഉണ്ടാക്കി. ആ നിയമം സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ജനത്തിന് അത് തൊട്ടാൽ അശുദ്ധൻ, ഇത് തൊട്ടാൽ അശുദ്ധൻ, അത് തൊട്ടാൽ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജനത്തിൻ്റെ മണ്ടയിൽ ഭയങ്കരമായ വിശുദ്ധി കൂടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചു കൊടുത്തു. ഈ വെച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ കഴിക്കണം, കൈ കഴുകിയിട്ട് കഴിക്കണം, എങ്ങനെ ഇരിക്കണം, ആ കഴിക്കുമ്പോൾ ഇല എങ്ങനെ ഇടണം, ഇലയിട്ടാൽ ആഹാരം എങ്ങനെയാണ് വിളമ്പേണ്ടത്, ആദ്യം എങ്ങനെ വീഞ്ഞു കുടിക്കണം, കുടിക്കാൻ പാടില്ലാത്തത് എങ്ങനെ, ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇവന്മാരെഴുതി വെച്ചു ഈ വചനം നോക്കിയിട്ട്. എന്നിട്ട് ഈ വചനം ജനങ്ങളിലേക്ക് എത്തിയോ ഇല്ല. ഇവന്മാർ എഴുതി വെച്ച വ്യാജ ബുക്ക് എത്താൻ തുടങ്ങി. ഇന്നും നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെ. ബൈബിള് ആരും പഠിക്കണ്ട, ഞങ്ങൾ കുറേ അണ്ണന്മാർ കുറേ ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ ജീവിച്ചാൽ മതി എന്ന് പറയത്തില്ലേ, ഇതേ സെയിം തന്നെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പാനിക്കാവാൻ തുടങ്ങി. ജനങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ. ഭാരമേറിയ ഒരു ചുമട് അവരുടെ തലയിൽ വെച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ ബന്ധനമോചനത്തിൻ്റെ ക്ലാസ് കേരളത്തിൽ ധ്യാനം നടത്തുമ്പോൾ, ആദ്യത്തെ ധ്യാനം നമുക്കറിയാമല്ലോ, ജീസസ് മിഷനാണ് ബന്ധനമോചനത്തിൻ്റെ ആദ്യത്തെ ധ്യാനം നടത്തുന്ന, താമസിച്ചിട്ടുള്ള ധ്യാനം നടത്തുന്ന ടീം. ഞാൻ 2000 ബന്ധനമോചന ധ്യാനം 98 നടത്തുന്ന സമയത്ത് അങ്ങനെ നടത്തി എൻ്റെ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ പലരും കേട്ടു. ഒരു ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വിൽക്കാൻ വെച്ചിരുന്ന മനോരമ പേപ്പർ ഇത്രയും 2 അടുക്കുണ്ടായിരുന്നു, ഇത്രയും പൊക്കത്തിൽ. ആ 2 അടുക്ക് ബ്രദറെ ഞാൻ കത്തിച്ച് കളയാനായിട്ട്
3 ദിവസം എടുത്തു, മൊത്തം കത്തിച്ച് കളഞ്ഞു. ഞാൻ ചോദിച്ചു മനോരമ പേപ്പർ? ഞാൻ മൊത്തം കത്തിച്ച് മനോരമ പേപ്പർ നിർത്തി. അപ്പം അന്ന് എൻ്റെ ധ്യാനം നടക്കുന്ന അടൂരാണ് ധ്യാനം നടക്കുന്നത്, അടൂർ പഴവള്ളം പാസില. അവിടെ വന്ന് ധ്യാനം കൂടി ആൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാ മനോരമ പേപ്പർ? എൻ്റെ വീട്ടിൽ മനോരമ പേപ്പർ ഉണ്ടല്ലോ. അന്ന് ഞാൻ വരുത്തതാണ്, കാരണം ഈ കുട്ടികൾക്ക് അന്ന് പഠിക്കണമെങ്കിൽ ഈ മനോരമ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠനം ഉണ്ടായിരുന്നു, നമ്മുടെ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠനം, എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. അതെന്താ? അത് എൻ്റെ വീട്ടിൽ നമ്മുടെ ജീസസ് വിഷനിൽ അന്നുണ്ടായിരുന്ന ആരോ ചെന്നു, അവിടെ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞു, സാത്താൻ്റെ അവകാശമുണ്ട്. അതെന്തുവാ? ഉടനെ അവർ കാണിച്ചു കൊടുത്തു, ഈ ഇരിക്കുന്ന 2 കെട്ട് മനോരമ പേപ്പറാണ് ക്ലെയിം എന്ന് പറഞ്ഞു. ഉടനെ അവർ ചോദിച്ചു എന്തോ മനോരമ പേപ്പർ എന്താ? നിങ്ങൾ പേപ്പർ തുറന്ന് നോക്കാം. അപ്പോൾ അവർ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ കാണാം ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറ്റ് ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോകളില്ലേ, പിന്നെ മറ്റ് ദൈവങ്ങളുടെയൊക്കെ. അപ്പോൾ ഈ ഫോട്ടോ ഈ പത്രത്തിൽ ഈ വീട്ടിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ക്ലെയിമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ക്ലെയിമിനെക്കുറിച്ച് ജീസസ് വിഷൻ്റെ ക്ലാസ് കേട്ട ഇവർ ശരിയാണല്ലോ, ഇതൊരു ക്ലെയിമാണല്ലോ. അവരെന്തോട്ടെ കംപ്ലീറ്റ് മനോരമ പേപ്പറും എടുത്ത് കത്തിച്ച് 2-3 മാസം കഴിഞ്ഞപ്പം ഇവർക്കിതൊരു ഭാരമേറിയ ചുമടായി മാറി. കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് ഏതാണ്ടൊക്കെ വരും, അങ്ങനെ എഴുതണം, അങ്ങനെയൊക്കെ ഏതാണ്ട് ഒരു സംഭവം. കുട്ടികൾ കിടന്ന് ബഹളമായി. അപ്പനൊരു ധ്യാനത്തിന് പോയി, എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടൊരു ബഹളമായി. ഈ വിഷയം എൻ്റെ അടുത്ത് വന്നു. ഈ വിഷയം വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സ്റ്റേജിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ആരാധന സംബന്ധമായി അന്യ ആരാധനകൾ വരാൻ പാടില്ല. പഠനങ്ങൾ, ജോലി, റിസർച്ച് ഇവ സംബന്ധമായി നിങ്ങൾ റിലീജിയൻ നോക്കരുത്. ഇത് ഞങ്ങൾ പറയുന്നതാണ്. ഏതൊക്കെയാണ്? പഠനം, ജോലി, പിന്നെതാണ് റിസർച്ച്. ഇപ്പോൾ നമുക്ക് പിന്നെ റിസർച്ച് സംബന്ധമായിട്ട് ചിലപ്പോൾ യോഗ റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും, യോഗ. അപ്പോൾ അതൊരു റിസർച്ചാണ്. ഇപ്പം ഞാൻ അഥർവേദം റിസർച്ച് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഞാൻ മെസൊപ്പൊട്ടോമിയൻ, സുമേറിയൻ സംസ്കാരങ്ങൾ, അക്കാദിയൻ, മെസൊപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ അത് റിസർച്ച് ചെയ്യാതെ അവരുടെ ഗോഡ്, അവരുടെ മന്ത്രോച്ചാരണം, അവരുടെ ആചാരങ്ങൾ അത് പോയി പഠനം നടത്തിയിട്ടല്ലേ ഞാൻ ബന്ധനമോചന ക്ലാസ് എടുക്കുന്നത്. ഞാനത് റിസർച്ച് ചെയ്യുന്നതെല്ലാം ക്ലെയിം ആയാൽ എങ്ങനെ ഇരിക്കും? ഇത് ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പ്രസംഗിക്കുന്നതാണ്. ആരാധന സംബന്ധമായോ ഭക്തി സംബന്ധമായോ കാര്യങ്ങളിൽ മാത്രമാണ് ദൈവം അന്യ ആരാധന വിലക്കിയിരിക്കുന്നത്. ഒരു വ്യക്തി പഠിക്കുന്ന സമയത്ത് ആ പഠന സംബന്ധമായ കാര്യങ്ങളുണ്ട്, റിസർച്ച് സംബന്ധമായ കാര്യങ്ങളുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവറിൻ്റെ ഓട്ടോയുടെ പുറകിൽ ഒരു മന്ത്രവാദി കയറിയിരുന്നിട്ട് പറഞ്ഞ് ഇന്ന വീട്ടിലോട്ട് പോട്ടെ. അതെന്തിനാ? അവിടെ പോയി മന്ത്രം ചെയ്യാനാ. ഉടനെ ഈ ഓട്ടോ ഡ്രൈവർ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഓട്ടോ ഡ്രൈവർ ചിന്തിക്കുക, മന്ത്രവാദിയെ കൊണ്ടുവിട്ടത് ഞാനാ, എനിക്ക് ക്ലെയിം ആകുമോ എന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്യും? അവന് ഓട്ടോ ഓടാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് ജോലി പറയുന്നത്. ഞാനിത് അവർക്ക് പറഞ്ഞു കൊടുത്തു. എപ്പോഴും അയാൾ വിശ്വസിക്കത്തില്ല. ഇല്ല ബ്രദറെ, അപ്പൻ ഒറ്റ നെപ്പി നിൽക്കുക, ഇല്ല പത്രം കത്തിച്ചത് എന്നെ ഞാൻ വരുത്തത്തില്ല, അത് ക്ലെയിമാണ്. ഞാൻ പറഞ്ഞ മനുഷ്യൻ, ഞങ്ങളാണ് ഇത് പഠനം ക്ലെയിം എന്ന് പറയുന്ന ഒരു വിഷയം കേരളത്തിൽ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അത് ദൈവം ഏൽപ്പിച്ച വ്യക്തിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പോകുന്ന റോങ് റൂട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എന്നിട്ട് പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചിലവരങ്ങനെ ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിച്ച ആളെക്കാളും വലിയ സംഭവമായി മാറും. അതാണ് ചിലവരുടെ ഒരു രീതി. അതാണ് അവരാണ് ഈ നിലം കുത്തനെ വീഴുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ പത്രം കത്തിച്ചു, ഇനി പത്രം വരുത്തത്തില്ല. അപ്പോൾ പിള്ളേർ ഇത്രല്ല പഠിക്കുന്നത്, പിള്ളേരുടെ പാഠപുസ്തകം എടുത്ത് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് അന്യദേവൻ്റെ പടമുണ്ട്, പോയി ആ പാഠപുസ്തകം കൂടെ എടുത്ത് കത്തിക്കാൻ പറഞ്ഞു. ഇവയാൾ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കാണാം ബുദ്ധനെക്കുറിച്ച് പഠിക്കാനുണ്ട്, കൃഷ്ണനെക്കുറിച്ച് പഠിക്കാനുണ്ട്, എല്ലാത്തിനെക്കുറിച്ചും ഉണ്ട് പാഠപുസ്തകത്തിൻ്റെ അകത്ത്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അന്നേരം എന്നെ വിളിച്ചു, ബ്രദറെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ മനുഷ്യ ഭ്രാന്തനായി ജീവിക്കാതെ വിവേകമുള്ളവനാകാൻ പറഞ്ഞു. മതങ്ങൾ ഭ്രാന്തന്മാരാക്കും നമ്മളെ, ഞങ്ങൾ അങ്ങനെ ആക്കത്തില്ലെന്ന് പറഞ്ഞു. വിവേകമുള്ളവരാക്കുക. സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
ആ സ്വാതന്ത്ര്യത്തെ ഭക്തിയും ശക്തിയും കൊണ്ട് നമ്മൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഫരിസേയന്മാരും ഇതേപോലെ ജനങ്ങൾക്ക് താങ്ങാനാവാത്ത കുറേ സംഭവം ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഞാൻ പോരാളി ബുക്ക് എഴുതാൻ തന്നെ കാരണം ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പുറത്ത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പോരാളി പുസ്തകം തന്നെ എഴുതിയത്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്നതാണെന്ന് ഞങ്ങൾക്ക് രേഖാമൂലം ഞങ്ങൾ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയുന്നത് ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ നോക്കേണ്ടത്? ഏതൊക്കെയാണ്? പഠനം. ഏതൊക്കെയാണ് പറഞ്ഞേ? പഠനം ഏതാണ്? റിസർച്ച്. പിന്നെ ഏതാ? ജോലി സംബന്ധമായ കാര്യങ്ങൾ. ഇപ്പം ഫോട്ടോഗ്രാഫർ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചാണ് കെട്ട് നടക്കുന്നതെങ്കിൽ അവൻ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി വീഡിയോ എടുത്തില്ലേ പറ്റത്തുള്ളൂ ഒരു വീഡിയോഗ്രാഫർക്ക്. അപ്പോൾ അയാൾ ഇതെല്ലാം ക്ലെയിമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഇത് ഏറ്റവും മൂലം കേട്ടവരാണ് ആവശ്യമില്ലാതെ പരിസയന്മാർ പഠിപ്പിക്കുന്നത് പോലെ ജനത്തിന് ഭാരം വെച്ചു കൊടുത്തു ജനത്തിൻ്റെ ഉള്ളിൽ. യേശുവേ ആരാധന. അപ്പം നിയമാവർത്തന പുസ്തകം 14 അശുദ്ധവും വിശുദ്ധവുമായ സസ്യങ്ങളെയും മൃഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ മത്സ്യങ്ങളെയൊക്കെ ദൈവം വെളിപ്പെടുത്തി. മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ നിയമാവർത്തനം 14 സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടക്കുന്നുണ്ട്. നിയമാവർത്തനം 14 സംഭവവുമായി ബന്ധപ്പെട്ട് ഉഗ്ര തർക്കം നടക്കുകയാണ്. തർക്കം എന്താണ്? മാർക്കോസ് 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ തർക്കം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. വായിച്ചോളുക. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. ആരൊക്കെയാ കൂടിയത്? പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞ ആരൊക്കെയാ കൂടിയത്? ഫരിസേയർ. പിന്നെ എവിടെ നിന്ന് വന്നവരാണ്? ജെറുസലേമിൽ. ചുമ്മാ ഉള്ള അറിയാമല്ലോ, അവരൊക്കെ റോയൽ ആൾക്കാരാണ്. റോയൽ ആൾക്കാരായ ഈ നിയമഗ്രന്ഥമൊക്കെ എഴുതിയ ആൾക്കാരാണ്. അവരെല്ലാം വന്ന് കൂടി. കൂടിയിട്ട് അടുത്തത്, അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. കൈ കഴുകി ശുദ്ധി വരുത്തണം. ഈ ശുദ്ധി വരുത്തുന്ന നഖത്തിൻ്റെ ഇടയിൽ എല്ലാം ഇങ്ങനെ കഴുകണം. കാരണം അതെല്ലാം അശുദ്ധി ഏതൊക്കെമാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇളക്കി കളഞ്ഞ് അങ്ങനെ ശുദ്ധി വരുത്തിയതിനു ശേഷം ഭക്ഷണത്തിലേക്ക് വരാം. അത് ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ്. അങ്ങനെ കഴിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. ഇത് കേട്ടോ, ഒന്നും കൂടെ ആ വാക്ക് വായിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്നും കൂടെ ആ വാക്ക് വായിച്ചേ. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച്. പൂർവികരുടെ പാരമ്പര്യം ഏതാണ്? ദൈവവചനമല്ല, മിദ്രാഷാണ്. മിദ്രാഷ് പുസ്തകം അനുസരിച്ച്, മിദ്രാഷ് എന്ന് പറയുന്നത് ഇവന്മാരെഴുതി വെച്ചൊരു ബുക്കാണ്. ഹോളി ബുക്ക് എന്നാണ് അതിനെ പറയുന്നത്. യേശു ക്രിസ്തുവും പൗലോസും മിദ്രാഷിനെ കാലുമടക്കി അടിച്ചു. പോടാന്ന് പറഞ്ഞു, നിൻ്റെ കള്ള ബുക്കുമായിട്ട്. നമുക്കുമുണ്ട് ഇല്ലയോ? നമ്മുടെയൊക്കെ സഭകളിലും ഇതുപോലെയുള്ള മിദ്രാഷ് പോലുള്ള കുറേ ഹോളി ബുക്കുകൾ എല്ലാ അണ്ണന്മാരും കൂടെ ചേർന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ അകത്ത് മൊത്തം പൗലോസ് പഠിപ്പിച്ചതിന്, പത്രോസ് പഠിപ്പിച്ചതിന് എതിരായിട്ട് കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് അത് അനുസരിക്കാൻ പഠിപ്പിക്കുന്ന കൾട്ട് ബുക്കുകൾ നമുക്കുമുണ്ട്. നമ്മളൊന്നും ആ കൾട്ട് ബുക്കിനെ എടുത്ത് ദൂരെ അറിഞ്ഞു. നമ്മളൊന്നും ആ കൾട്ട് ബുക്കിൽ ഒരുപാട് ദുരുപദേശങ്ങൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മളെടുത്ത് മാറ്റിവെച്ചു. അത് അങ്ങനെയാണ് നമ്മൾ വചനത്തിലേക്ക് എത്തിയത്. ഹല്ലേലൂയ. ഇവരും അതുപോലെ തന്നെ മിദ്രാഷിലുള്ള കൾട്ട് സമ്പ്രദായങ്ങൾ അനുസരിക്കാത്തതിനെ ഓർത്ത് യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എങ്ങനെ കൈ കഴുകണം? ചുമ്മാ കൈ കഴുകിയാൽ പോരാ, ദേഹമൊക്കെ കഴുകണം. അങ്ങനെ ശുദ്ധി വന്നെന്ന് ഉറപ്പ് വന്നതിന് ശേഷമേ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കാവൂ. ആ ഭക്ഷണത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ഭക്ഷണത്തിന് വിശുദ്ധവും അശുദ്ധവുമായ വേർതിരിവുണ്ട്. ഇതെല്ലാം ഇവന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യാത്തത് എന്താണ്? ഇതാണ് അവർ ചോദിച്ച ചോദ്യം. ഇപ്പം നിങ്ങൾക്ക് അർത്ഥം പിടികിട്ടിയോ? ഇനി വായിച്ചോളുക. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഇത് മറ്റ് പല പാരമ്പര്യങ്ങളുണ്ടോ? ഈ പിന്നെ കോപ്പകൾ, കറി വിളമ്പുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതിനെല്ലാം ഈ ഒരു റിലീജിയൻ സമ്പ്രദായം ഇവരുണ്ടാക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട്
ഫരിസേയരും നിയമജ്ഞരും അവനോട് അവരോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് ഇതെന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിന്റെ ശിഷ്യന്മാർ ദൈവവചനത്തിനെതിരെ എന്നാണോ പൂർവികരുടെ പാരമ്പര്യം എന്നാണോ പറഞ്ഞത്? പൂർവികരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഈ ബുക്കിനെയാണ് ഈ പൂർവികരുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് ഇനി വായിച്ചോളുക. അവൻ പറഞ്ഞു, കപട്യ നാട്ടുകാരായ ഉടനെ യേശു പറയുകയാണ്, കപട്യ നാട്ടുകാരായ കള്ളന്മാരെ, നിങ്ങളെ കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. കണ്ടോ ഈ നോട്ട്? ഇതാണ് ഈ നോട്ടൊന്ന് ശ്രദ്ധിച്ചു. ഇതെല്ലാ ലീഡേഴ്സും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ഓണം ആഘോഷിക്കത്തില്ല, വിഗ്രഹാരാധനയില്ല. നമ്മൾ ക്രിസ്മസിന് ഇപ്പോൾ ഈ വിഗ്രഹാരാധകർ ഇപ്പോഴത്തെ പുതിയ പരിപാടിയാണല്ലോ. ക്രിസ്മസിന് ഒരു ഉണ്ണീശോയെ എന്ന് പറയുന്ന ഒരു കൊച്ചു ബിംബത്തെ കൊണ്ടുവരും, ഉടനെ നമ്മുടെ കയ്യിൽ തരും. നമ്മൾ ആ ബിംബം മേടിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോകണം. ഒരു ഡ്രാമോളജി എന്ന് പറഞ്ഞാൽ ഉണ്ണീശോയെ പിടിച്ചുകൊണ്ട് വരാൻ തന്നെ മത്സരമാണ്. ഇന്നലെ കിഴക്കെടുത്തുകാരൻ പിടിച്ചു, ഇന്ന് തെക്കെടുത്തുകാരൻ പിടിക്കണം. അങ്ങനെ പിടിച്ചോണ്ട് ഇന്നലെ ഞാൻ ഇതിലെ കൂടെ പോയപ്പോൾ ഒരുത്തൻ ഉണ്ണീശോയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉണ്ണീശോ ഈ രൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് പറയുന്നത്. അങ്ങനെ പേര് പോലും പറയാൻ പാടില്ല. ഇങ്ങനെ പിടിച്ചു, ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ അന്നേരം ആരും ഉണ്ടായിരുന്നു, ബിബിനാണോ ആരാണോ ഉണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നു. ഞങ്ങളന്നേരം ചിരിക്കുകയും ചെയ്തു, ഉണ്ണീശോയെ കൊണ്ടുപോകുന്ന പോക്ക് കണ്ടോ എന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രാമയാണ് എല്ലാം. ഇപ്പം ട്രാബ്ലോയാണ്. അങ്ങോട്ട് കൊണ്ടുവരിക, കൈ തരുക, ഉടനെ ഭയഭക്തിയോടുകൂടി മേടിക്കുക, ഉടനെ അകത്ത് കൊണ്ടുവെക്കുക. ടാബ്ലോയാണ്. കാരണം ഒരു എൻ്റർടൈൻമെൻറ്റായി മാറി. അപ്പോൾ ഇതൊന്നും ദൈവവചനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ദൈവവചനവുമായി ബന്ധമില്ലാത്തത് ദൈവവചനവുമായി ബന്ധമില്ലാത്തത് മനുഷ്യന് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവൻ ഒരു സമ്പ്രദായം ഉണ്ടാക്കും. ഇനി ക്രിസ്മസ് കരോളിന് എല്ലാവരും ഈ പാവക്കുട്ടിയെ എടുത്തുകൊണ്ട് വരും, അത് യേശുവാണെന്ന് പറഞ്ഞ് മേടിച്ചോണം, അകത്തുകൊണ്ട് വെച്ചോണം. ഇനി അഥവാ ഇവിടെ ഈ വിഗ്രഹാരാധനയൊന്നും വേണ്ടെന്ന് ഒരു വചനം അറിയാവുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ക്രൂശിക്കുക. ആരാ ക്രൂശിക്കുന്നത്? ഈ വിഗ്രഹത്തെ ഏത് വിഗ്രഹത്തെ കണ്ടാലും കമന്ന് കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഇതുകൊണ്ട് വിഗ്രഹത്തെ വേണ്ടയ്ക്കൂ, യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് തോന്നും. എടാ, യേശു അകത്തുള്ളവനെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, യേശുവെ ആരാധന. യേശു അകത്തില്ലാത്ത ഇതുങ്ങളാണ് ഈ കാണുന്ന കള്ള വിഗ്രഹങ്ങളുടെ എല്ലാം പുറകെ പോയി ഇങ്ങനെ ചുംബിക്കാൻ നടക്കുന്നത്. യേശു ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. യേശു 24 മണിക്കൂർ ആത്മാവായി കൂടെ നടക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേറൊരു മനുഷ്യനുണ്ടാക്കുന്ന ശ്രേഷ്ഠ വസ്തുവിനെ ആരാധിക്കേണ്ട കാര്യം അവർക്കില്ല. യേശു ഇല്ലാത്ത വർഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ടത്. യേശു ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഫുൾ ടൈം യേശുവുമായി നടക്കുന്നവർക്ക് എന്തിനാണ് ഈ കള്ള വിഗ്രഹങ്ങൾ? ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പം നമ്മൾ ഇങ്ങനെ മനുഷ്യൻ അവൻ സമ്പ്രദായങ്ങൾ എഴുതിയുണ്ടാക്കും. കിഴക്കോട്ട് നിൽക്കണോ പടിഞ്ഞാറോട്ട് നിൽക്കണോ? പടിഞ്ഞാറോട്ട് നിൽക്കുന്നവൻ കിഴക്കോട്ട് നിൽക്കുന്നവനെ ഇടിക്കും, കിഴക്കോട്ട് നിൽക്കുന്നവൻ പടിഞ്ഞാറ് നിൽക്കുന്നവനെ ഇടിക്കും. കിഴക്കോട്ട് നിന്ന് മതിയടാ, ഉടനെ അടുത്ത പടിഞ്ഞാറോട്ട് നിന്ന് മതിയടാ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന സമ്പ്രദായങ്ങൾ. ഹല്ലേലൂയ. മനുഷ്യനുണ്ടാക്കുന്ന സമ്പ്രദായങ്ങളും ദൈവത്തിൻ്റെ വിശുദ്ധ വചനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർക്ക് ലോക വേണം, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർക്ക് ചെങ്കോൽ വേണം, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർക്ക് കിരീടം വേണം. ദൈവവചനം ഉണ്ടാക്കിയതല്ല, പുതിയ നിയമ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനുണ്ടാക്കിയതാണ്. പുതിയ നിയമ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. പുതിയ നിയമ ക്രിസ്റ്റോളജി അനുസരിച്ച് അത് തെറ്റാണ്. ഇങ്ങനെ മനുഷ്യൻ കുറേ സമ്പ്രദായങ്ങൾ, എല്ലാ റിലീജനിലും സമ്പ്രദായങ്ങൾ മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നന്മയാകാം, അത് തിന്മയാകാം. അതിനെക്കുറിച്ച് നമുക്ക് വിധിക്കേണ്ട കാര്യമില്ല. ചിലത് നന്മയാകാം, ചിലത് തിന്മയാകാം. പക്ഷെ അവസാനത്തെ ക്ലൈമാക്സ് അടിയും വഴക്കിലുമാണ് നിൻ്റെ സമ്പ്രദായം ചെന്ന് നിൽക്കുന്നതെങ്കിൽ അതിൽ ദൈവമില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. വളരെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവരെന്താണ് അടുത്ത വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അടുത്ത വചനം വായിച്ചു നോക്കുമ്പം വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. എന്താണ് ആ വചനം? ഒന്നും കൂടെ മേപ്പോട്ട് വായിച്ചോളുക.
അവൻ പറഞ്ഞു, അവർ പറഞ്ഞു. കപട്യ നാട്യക്കാരായ എല്ലാവരും വായിക്കണേ. ഇതൊന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇതൊന്ന് പ്രവേശിക്കണം. എല്ലാവരും പറഞ്ഞു. അവൻ പറഞ്ഞു, കപട്യ നാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. അതായത് അതരം കൊണ്ട് എങ്ങനെ ബഹുമാനിക്കുന്നത്? എൻ്റെ യേശു എന്ന് പറഞ്ഞു, എൻ്റെ യേശുവേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? പറയും. പക്ഷേ ഹൃദയം കൊണ്ട് നമുക്കൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നമുക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ യേശുവേ എന്ന് വിളിച്ചാൽ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. കാരണം ഹൃദയത്തിൽ യേശുവില്ല. അടുത്തത് വായിച്ചോ. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ, മനുഷ്യനുണ്ടാക്കി വെച്ച ഈ പ്രിൻസിപ്പിൾ അമ്പ് കൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക മനുഷ്യനുണ്ടാക്കിയ പ്രിൻസിപ്പിളാണ്. മനുഷ്യനുണ്ടാക്കിയ ദൈവോജനത്തിൻ്റെതല്ല അത്. അമ്പ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്പിലിങ്ങനെ തൊട്ട് വന്ദിക്കുക. എന്തർത്ഥത്തിലാണ് ഈ അമ്പിനെ വന്ദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു കർത്താവിൻ്റെ വിശ്വാസിയായ ഒരുവനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച അമ്പിനെ തൊട്ട് എത്രമാത്രം നമ്മൾ അതമ്പതിച്ച് പോകുന്നുവെന്ന് പുതിയ തലമുറ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നത് കാരണം പുതിയ തലമുറ ചിന്തിക്കാൻ തുടങ്ങും. അവർ നല്ല ഡിഗ്രിയും PG ഒക്കെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് ചിന്ത വരും, ഇതൊക്കെ എന്താണ് എന്ന് ചിന്ത വരുമ്പോൾ ഇവർ പഠിക്കും. ഈ പണ്ടത്തെ കാലത്ത് 10ാം ക്ലാസ് പോലും പഠിത്തമില്ലാതിരുന്ന സ്ത്രീകളും പുരുഷന്മാരും അവരെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. അവരുടെ അടുത്ത് ഈ അമ്പി തൊട്ടാൽ മതി എന്ന് പറയുമ്പോൾ അവരെല്ലാം കമന്ന് വീഴും. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അവർ എന്തും ചെയ്യും. വിദ്യാഭ്യാസം ഇല്ലാത്ത ഏരിയയിലാണ് ഇതെല്ലാം കൂടുതൽ വർദ്ധിച്ചുകൊണ്ട് വന്നത്. ജനങ്ങൾ ഇന്ന് PG വരെ പഠിക്കുകയാണ്. പഠിക്കുന്ന പുതിയ തലമുറ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഈ അമ്പിൻ്റെ അകത്ത് എന്താ ശക്തി, ഈ അമ്പ് കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മമാരുടെ വായടയും. അമ്മമാരെന്ത് പറയും? എടാ അങ്ങനെ പറയല്ലേ, പുണ്യാളം കോപിക്കും. പിന്നെ പുണ്യാളം കോപിച്ച ഇവിടെ വേണ്ടയാ എന്ന് കുട്ടികൾ പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ പഠിക്കത്തുള്ളൂ. കാരണം ലോജിക്കില്ലാത്ത അർത്ഥശൂന്യമായ ചടങ്ങുകൾ മനുഷ്യനുണ്ടാക്കി വെക്കുന്ന സമ്പ്രദായങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വലിച്ചടിച്ച് ഇടുകയാണ്. കുറേ കഴിയുമ്പോൾ അവർ പഠനം നടത്തുന്നവരാ. ഈ പണ്ടൊക്കെ ആണെങ്കിൽ സൈക്കോളജി പഠിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇന്ന് സൈക്കോളജി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇന്ന് സൈക്കോളജി പലരും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ പലർക്കും ചോദ്യങ്ങൾ വരും. ഇതെന്തോ ഈ കാണിക്കുന്നതെന്ന് ചോദ്യം വരും. മാതാവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി പഴംകൊല കൊണ്ട് കൊടുക്കുക, പഴംകൊലയിൽ തൊട്ട് വന്ദിക്കുക. ഇതൊക്കെ എവിടം വരെ പോയി? നമ്മുടെ വിദ്യാഭ്യാസം എവിടെ പോയി? ഇത് ജനങ്ങൾ കണ്ടുപിടിക്കും. നാളെ ജനങ്ങൾ ഇത് മനസ്സിലാക്കി. യൂറോപ്പിൽ അതാ സംഭവിച്ചത്. അവർ വിദ്യാഭ്യാസത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ സായിപ്പന്മാർ ചെറുപ്പക്കാർ പറഞ്ഞു, എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ മാറിയത്. അവർ വള്ളിയിൽ നിന്ന് കയറാതായത് അങ്ങനെയാണ്. വ്യാജമായ ചടങ്ങുകൾ, വ്യാജമായ സമ്പ്രദായങ്ങൾ, ദൈവ കൽപ്പനയിൽ നിന്ന് പുറത്തു ചാടിയിട്ടുള്ള വ്യാജ സമ്പ്രദായങ്ങളിൽ മനുഷ്യൻ ആശ്രയം വെച്ചു. അവിടെയാണ് അവൻ നിലം കുത്തനെ തറയി വീണത്. യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ വലിയ ക്രിസ്ത്യ രാജ്യങ്ങളിലെ പള്ളികൾ ശൂന്യമായി പോയിട്ടുണ്ട്. വിൽക്കാനിട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതി നമ്മൾ തുടർന്നാൽ നമുക്കും അതേ ആപത്ത് തന്നെ വരും. യാതൊരു സംശയമില്ല. യേശുവേ ആരാധന. അപ്പോൾ നമ്മളിവിടെ വായിക്കുമ്പോൾ അടുത്ത വചനം വായിച്ചോ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. ഇപ്പോൾ വായിച്ച വാക്യം ശ്രദ്ധിച്ചോ. എന്താണ് ഇപ്പോൾ വായിച്ച? ഒന്ന് ശ്രദ്ധിച്ചേ. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. അതായത് നിങ്ങൾ പൂങ്കൊലയിൽ കുമ്പിട്ടാലും അമ്പിൽ കുമ്പിട്ടാലും ആ ആരാധനയെല്ലാം എങ്ങനെയാണ്? അതൊക്കെ വ്യർത്ഥമാണ്. മനുഷ്യനുണ്ടാക്കിയതാണ്. ദൈവകൽപ്പനയായിട്ട് ബന്ധമില്ല. അതാ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഉണ്ണീശോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവക്കുട്ടിയെ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് നിങ്ങളെടുത്ത് അകത്ത് കൊണ്ട് വെച്ചാലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ണീശോ വരത്തില്ല. നിൻ്റെ കള്ളുകുടി ആദ്യം നിർത്തണം. കള്ളു കുടിച്ചവൻ ആടി ഉണ്ണീശോയെ കൊണ്ട് തരും. കള്ളുകുടിയൻ അത് മേടിച്ച് അകത്ത് കൊണ്ട് വെക്കുക. വിവരം കെട്ട വർഗങ്ങൾ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വായിച്ചോ. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ ഇതെല്ലാം പ്രമാണങ്ങളാണ്. ഇതെല്ലാം പ്രമാണമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നു. അടുത്തത് വായിച്ചോ. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച്, വചനം വേണ്ട,
വചനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സഭയാണ് വലുത് എന്ന് പറയുന്നവനും ഈ കർത്താവിൻ്റെ ഈ വാക്കിൻ്റെ മുമ്പിൽ ന്യായവിധി ദിവസത്തിൽ അവൻ നിൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച്, അടുത്ത വാക്യം, മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മനുഷ്യനുണ്ടാക്കിയ ഈ കള്ള പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ തർക്കിക്കും, അതിനുവേണ്ടി അടി ഉണ്ടാക്കും, അതിനുവേണ്ടി പള്ളി പൂട്ടിയിടും, അതിനുവേണ്ടി പോലീസിനെ കാവൽ നിർത്തും. അങ്ങനെ നിങ്ങളായിത്തീർന്നു. അടുത്തത് അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം, നിങ്ങളുടെ ഈ പാരമ്പര്യത്തിന് വേണ്ടി ബുദ്ധിപൂർവം നിങ്ങൾ ദൈവകൽപ്പന അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ നിയമാവർത്തനം 14 സബ്ജക്റ്റ് എടുത്തിട്ട് അശുദ്ധവും വിശുദ്ധവും വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത നിയമം ഇത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ബേസ്മെൻ്റ് ഏതാ? നിയമാവർത്തനം 14 അവന്മാർ പറയും. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ വചനം തന്നെ താഴെ വന്നിട്ട് ഇവന്മാരെ വലിച്ചങ്ങ് കീറുക. കള്ളന്മാരെ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശു കള്ളന്മാരെ എന്ന് വിളിച്ച മാനുഷിക സമ്പ്രദായത്തിൽ പെട്ടുകൊണ്ട് പ്രയർ ഗ്രൂപ്പ് നടത്തുന്നവരും വചനം പറയാൻ ഇറങ്ങിയവരും യേശു വേർതിരുന്ന മാനുഷിക സമ്പ്രദായത്തിൽപ്പെട്ട് അതിൻ്റെ അകത്ത് ദൈവമുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാ കള്ളന്മാർക്കും ഇതൊരു വാണിംഗാണ്, ഇതൊരു വിപത്താണ്. ഈ ജനത്തെ നശിപ്പിക്കട്ടെ എന്ന് മോശയോട് ചോദിച്ച ഒരു ദൈവത്തെ നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. യേശുവേ ആരാധന, ദൈവത്തെ സ്തുതിക്കുക. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം പുതിയ നിയമസഭയിൽ പോലും ഇതൊരു വിഷയമായി വന്നായിരുന്നു. ഞാൻ ഈ പഠിപ്പിച്ച കാര്യം പുതിയ നിയമസഭയിൽ കേൾക്കാനുണ്ടോ? താല്പര്യമുണ്ടോ? പുതിയ നിയമസഭയിൽ പോലും ഇതൊരു വിഷയമായിട്ട് വന്നു. ഞാൻ പെട്ടെന്ന് നമുക്കെടുക്കാം. അപ്പോസ്തല പ്രവർത്തനം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 15, അതിൻ്റെ വേഴ്സ് 2 മുതൽ നമുക്ക് റെഡി ചെയ്യാം. പൗലോസും ബർന്നബാസും അപ്പോസ്തല പ്രവർത്തനം 15 അധ്യായം 2-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. പൗലോസും ബർന്നബാസും അവരോട് വിയോജിക്കുകയും, പൗലോസും ബർന്നബാസും തമ്മിൽ ആകെ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായി, പരിച്ഛേദനം എന്ന് പറയുന്ന ഒരു വിഷയം. അങ്ങനെ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ജെറുസലേം സഭയിലേക്ക്, ഹെഡ് ഓഫീസ് അന്ന് ജെറുസലേമിലാണ്, ജെറുസലേം സഭയിലേക്ക് പോകണമെന്നൊരു തീരുമാനമെടുത്തു. അടുത്തത് വായിച്ചോ. അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ ചെന്ന് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർന്നബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു. സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ വിജാതീയരുടെ മാനസാന്തര വാർത്ത വിവരിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ, സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവായി. ജെറുസലേമിൽ എത്തിയപ്പോൾ ഇത് ശ്രദ്ധിച്ചോണേ, ഇവര് വിജാതീയരുടെ മാനസാന്തരം ശക്തമാണെന്ന് ഇവർ പല സിനഗോഗുകളിലും പല ക്രിസ്തീയ സഭകളിലും ഇവർ നടന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇവർ ജെറുസലേമിലെത്തി. ആ ജെറുസലേം അന്നത്തെ പ്രധാന തലസ്ഥാനമാണ്, അന്നത്തെ പ്രധാന സഭയുടെ ആസ്ഥാനമാണ് ജെറുസലേം. വത്തിക്കാനല്ല, ജെറുസലേമാണ് അന്നത്തെ ആസ്ഥാനം. വത്തിക്കാൻ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മാത്രം ആസ്ഥാനമാണ്. ഇത് ആഗോള അപ്പോസ്തലിക ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാനം അന്ന് ജെറുസലേമിലായിരുന്നു. അടുത്തത് വായിച്ചോ. ജെറുസലേമിൽ എത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു. ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഫരിസേയരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു. ഈ മറ്റേ മനുഷ്യ ബുക്കൊക്കെ ഉണ്ടാക്കിയവന്മാരിൽ ചിലവന്മാർ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനി ആയിട്ടുണ്ടായിരുന്നു. അവന്മാർക്ക് പതുക്കെ പഴയ സ്വഭാവം അങ്ങ് തുടങ്ങി. അവന്മാരങ്ങ് എഴുന്നേറ്റിട്ട് അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ്. പരിച്ഛേദനം ചെയ്യണം, വിജാതീയരെല്ലാം പരിച്ഛേദനം ചെയ്യണം, മോശയുടെ നിയമം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബഹളം ഉണ്ടാക്കി ഫരിസേയന്മാർ. അത് കഴിഞ്ഞപ്പോൾ ഇക്കാര്യം പരിഗണിക്കാൻ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ച് കൂടി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ഇതായി. പൗലോസും ബർന്നബാസും അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഫരിസേയന്മാർ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ബഹളമായപ്പോൾ കംപ്ലീറ്റ് അപ്പോസ്തലന്മാരും വരാൻ പറഞ്ഞു. അങ്ങനെ ജെറുസലേം സഭയിൽ അപ്പോസ്തലന്മാർ, പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ അന്തരം അവിടെ വന്നു.
ഇനി അടുത്തത്. വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാദപ്രതിവാദം നടന്നു. പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു. അപ്പോഴത്തേക്ക് പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, വളരെ മുൻപ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതീയർ എന്റെ അധരങ്ങളിൽ നിന്ന് സുവിശേഷ വചനങ്ങൾ കേട്ട് വിശ്വസിക്കുമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. ആദ്യമായി വിജാതീയർക്ക് സുവിശേഷ വചനം കൊടുത്തത് പൗലോസ് അല്ല, പത്രോസാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. പത്രോസ് സുവിശേഷ വചനം ആദ്യമായി പത്രോസിലൂടെയാണ് യേശുക്രിസ്തു ചെയ്തത്. അതാണ് പത്രോസ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനാണ് ആദ്യമായിട്ട് അവർക്ക് സുവിശേഷം നൽകിയത്. എൻ്റെ അധരങ്ങളിലൂടെയാണ് അവർ ആദ്യമായി സുവിശേഷം കേട്ടത്. ഇനി തുടർന്ന് വായിക്കുമ്പോൾ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കെന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു. അതായത് നമ്മളെ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ വിജാതീയരെയും കാണുന്നു. നമുക്കും അവർക്കും രണ്ട് നിയമമൊന്നുമില്ല, ഒരൊറ്റ നിയമം. നമുക്ക് അവർക്കും ഒരേ സുവിശേഷം, അല്ലാതെ രണ്ട് സുവിശേഷം. അവർക്ക് വേറൊരു സുവിശേഷം, നമുക്ക് വേറൊരു സുവിശേഷം ഇല്ല എന്ന് പത്രോസ് ഇവിടെ സ്ഥാപിക്കുകയാണ്. നമ്മളെ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ അവരെ കാണുന്നുണ്ട്. അടുത്തത് വായിച്ചോളുക. നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. ആമേൻ. ആ വചനം ഒന്നുകൂടെ വായിച്ചോ. നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം. അതൊരു വിജാതീയ ക്രിസ്ത്യാനിയല്ലയോ, അവർക്ക് പ്രത്യേക നിയമം കൊടുക്കാം. നമ്മൾ യഹൂദന്മാരല്ലേ, നമുക്ക് പ്രത്യേക നിയമം തരാമെന്ന് കൾട്ട് ആയ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കരുത്. അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായി സാക്ഷീകരിക്കുന്നു, അവർക്കും നമുക്കും ഒരേ സുവിശേഷം, ഒരേ നിയമമാണ്. ഹല്ലേലൂയ. തുടർന്ന് വായിക്കുമ്പോൾ, അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു. അവരുടെ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു. അവരുടെ ഹൃദയങ്ങളെ എന്തുകൊണ്ടാണ് പവിത്രീകരിച്ചത്? ഈ മനുഷ്യ നിർമ്മിതമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടാണോ? ആണോ? മനുഷ്യ നിർമ്മിതമായ ആചാരങ്ങൾ ചെയ്തിട്ടാണോ? ഉണ്ണീശോയുടെ പാവക്കുട്ടിയെ എടുത്ത് വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണോ? അല്ല, വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസ കൃപയാൽ വരണം, പാവക്കുട്ടിയാൽ അല്ല വരേണ്ടത്. എങ്ങനെ വരണം? കൃപയാൽ വരണം. ഹല്ലേലൂയ. ഇനി തുടർന്ന് വായിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം. ഈ പോയിന്റ് നിങ്ങൾ വായിച്ചേ, ഈ പോയിന്റ് നിങ്ങൾ നോക്കിക്കോ. ഈ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ശ്രദ്ധിച്ചേ, അവര് തുറന്ന് പത്രോസ് പറയുവാണ്. എന്താ പറയുന്നത്? പരിസയന്മാരെ ഇരുത്തിക്കൊണ്ടാ പറയുന്നത്. പരിസയ ക്രിസ്ത്യാനികളെ ഇരുത്തിക്കൊണ്ടാ പറയുന്നത്. നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ, അതായത് യഹൂദന്മാരായ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം. ഈ ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം, അതിനെയാണ് ഒരു നുകം എന്ന് പറഞ്ഞത്. നമുക്ക് താങ്ങാൻ പറ്റാതിരുന്ന ഈ കള്ള നിയമങ്ങൾ, കള്ള ബുക്ക്. അടുത്തത്, ഒരു നുകം ഇപ്പോൾ ശിഷ്യരുടെ ചുമലിൽ വച്ചു കെട്ടി എന്തിന് ദൈവത്തെ നിങ്ങൾ. ഇപ്പോൾ ആ നുകം നമ്മളെ അനുസരിച്ചിട്ടില്ല, നമ്മളെ അത് പാലിച്ചിട്ടില്ല. ആ നുകമെടുത്ത് പുതിയതായിട്ട് ജനിക്കുന്ന വിജാതീയരിൽ നിന്ന് ജനിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മണ്ടയിലേക്ക് ഇനി അത് ഇട്ട് കൊടുക്കരുത്. ഹല്ലേലൂയ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കള്ളനുഖങ്ങൾ നിങ്ങളുടെ അകത്തിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ളനുഖങ്ങൾ, മനുഷ്യനുണ്ടാക്കിയ കള്ള സമ്പ്രദായങ്ങളിൽ ദൈവമില്ല. യേശുക്രിസ്തു എതിർത്തു, പരിശുദ്ധാത്മാവ് എതിർത്തു, പത്രോസ് എതിർക്കുന്നു, പൗലോസ് എതിർക്കുന്നു. നിങ്ങളും അതിനെ എതിർക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് യേശു ഇല്ല. മനുഷ്യനുണ്ടാക്കിയ കള്ള സമ്പ്രദായങ്ങളിൽ യേശു ഇല്ല. ഇനി തുറന്നു വായിക്കുമ്പോൾ, അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിന്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ വാക്ക് ശ്രദ്ധിച്ചോ? ജാതികൾ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നോ അതുപോലെ നമ്മൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ. അവരെ പോലെ തന്നെ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാ രക്ഷ പ്രാപിക്കുന്നത്. മനുഷ്യനുണ്ടാക്കുന്ന സമ്പ്രദായങ്ങൾ അനുസരിച്ചിട്ടല്ല. പ്രിയ ദൈവ പൈതലേ, മനുഷ്യൻ അമ്പുമായിട്ട് വരും, കുമ്പുമായിട്ട് വരും, തൊട്ട്
തൊട്ടുപോകരുത്. മനുഷ്യന്റെ സമ്പ്രദായത്തിൽ ചോദിക്കണം, ദൈവവചനം എവിടെയെന്ന് ചോദിക്കണം. അത്യുന്നതനായ ദൈവം ഇത് കൽപ്പിച്ചോ? അത്യുന്നതനായ ദൈവം ഇത് അനുസരിക്കാൻ പറഞ്ഞോ? മനുഷ്യൻ സമ്പ്രദായം ഉണ്ടാക്കുന്നത് ഞങ്ങൾ അനുസരിക്കണോ? ഹല്ലേലൂയ. ഇങ്ങനെ മനുഷ്യൻ വേർതിരിഞ്ഞ് വന്നില്ലെങ്കിൽ അനേകം സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനികൾ നിരീശ്വരവാദിയായി പോയത് നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാനാ ദൈവം കുറേ വ്യക്തികളെ രണ്ടും കൽപ്പിച്ച് പ്രസംഗിക്കാൻ ഇറക്കി വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളെ പച്ചയ്ക്ക് പഠിപ്പിക്കുവാണ്. മനുഷ്യൻ്റെ കള്ള സമ്പ്രദായങ്ങളിൽ നിങ്ങൾ പെട്ടുപോയ നാളത്തെ നിരീശ്വരവാദി നിങ്ങളാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ചോദ്യം ചെയ്യും, നിങ്ങൾക്ക് ഉത്തരവില്ലാതെ വരും. നിങ്ങൾ കൃപയാലുള്ള ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുക. നിങ്ങളുടെ തലമുറ 4-5 തലമുറകൾ ദൈവത്തിൽ നിന്ന് അകലുകയില്ല. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്തി. എത്ര പേർ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ട്? ദൈവകൽപ്പനയായിട്ടും മനുഷ്യ സമ്പ്രദായങ്ങളായിട്ടും കാണാൻ കഴിവുള്ള ജ്ഞാനികൾ ഇവിടെ ജനിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഇനി തുറന്ന് വായിക്കുമ്പോൾ സമൂഹം നിശബ്ദമായിരുന്നു. സമൂഹത്തിന് ഉത്തരം മുട്ടിപ്പോയി. സമൂഹത്തിന് എന്തു പറ്റി? ഉത്തരം മുട്ടിപ്പോയി. ജെറുസലേം സഭയിലെ സമൂഹത്തിന്, പൊതുയോഗത്തിന് ഉത്തരം മുട്ടിപ്പോയി. പത്രോസ് എടുത്ത് എഴുന്നേറ്റ് 2 തിയോളജിക്കൽ ക്രിസ്റ്റോളജിക്കൽ 2 അടി അടിച്ചതേ ഉള്ളൂ. ഉത്തരം മുട്ടിപ്പോയി. അതും നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു വായിക്കുമ്പം, തങ്ങൾ വഴി വിജാതിയരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ബർന്നബാസും പൗലോസും വിവരിച്ചത് അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു. ശ്രദ്ധാപൂർവം കേട്ട്, പരിചോദനം ചെയ്തില്ലെങ്കിലും ദൈവം അവരെ സ്വീകരിക്കുന്നുണ്ട്. അതവർ കേട്ടോണ്ടിരുന്നു. അടുത്തത്, അവർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. തന്റെ നാമത്തിന് വേണ്ടി വിജാതീയരിൽ നിന്ന് ഒരു ജനത്തെ തെരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചത്. യാക്കോബിന്റെ വാക്ക് ശ്രദ്ധിക്കണേ. യാക്കോബിന്റെ വാക്കിന്റെ അകത്തൊരു പോയിന്റ് ഉണ്ട്, നോട്ട് ചെയ്താൽ മനസ്സിലാവും. വായിച്ചോളുക. തന്റെ നാമത്തിന് വേണ്ടി വിജാതീയരിൽ നിന്ന് ഒരു ജനത്തെ തെരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചത് എങ്ങനെയെന്ന് ശിമിയോൻ വിവരിച്ചുവല്ലോ. യാക്കോബ് എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? വിജാതിയരെ സുവിശേഷം അറിയിക്കാൻ ആരെയാണ് ദൈവം ഉപയോഗിച്ചത്? ശിമയോനെ, പത്രോസിനെയാണ് പറയുന്നത്. യാക്കോബ് പത്രോസിൻ്റെ ആദ്യത്തെ പേരാണ് വിളിക്കുന്നത്. പത്രോസ് എന്നല്ല, ശിമയോൻ എന്നുള്ള വിളിപ്പേരാണ് വിളിച്ചത്. ശ്രദ്ധിക്കണേ, ശിമയോനെയാണ് ഉപയോഗിച്ചത്. അപ്പം സഭ അംഗീകരിച്ചിരിക്കുന്നത് വിജാതിയർ സുവിശേഷം കേട്ടത് ആരിലൂടെയാണ്? ആദ്യം പത്രോസിലൂടെ സഭ അംഗീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പൊതുസഭ മൊത്തം അംഗീകരിച്ചു പത്രോസിലൂടെയാണെന്നുള്ളത്. സഭ മൊത്തം അംഗീകരിച്ചിരിക്കുക. പൊതുയോഗം അംഗീകരിച്ചു. വന്നിരുന്ന പൗലോസ് അംഗീകരിച്ചു. പൗലോസ് അടുത്തേപ്പോണ്ട്, പൗലോസ് അംഗീകരിക്കുന്നു, പത്രോസ് അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ ബർന്നബാസ് അംഗീകരിക്കുന്നു. ആ സമൂഹം മൊത്തവും പത്രോസിലൂടെയാണ് വിജാതികൾ ആദ്യമായി സുവിശേഷം കേട്ടതെന്ന് അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, അതേ പത്രോസ് പറയുന്നു, അവർക്കും നമുക്കും 2 സുവിശേഷമില്ല, ഒരേ നിയമം തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും 2 സുവിശേഷം എന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് കൾട്ടായിട്ട് കണ്ട് നിങ്ങൾ മനുഷ്യൻ്റെ സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് വരണം? ദൈവവചനത്തിലേക്ക് വരണം. ഇനി വായിക്കുമ്പോൾ പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും, ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ശേഷിക്കുന്ന ജനങ്ങളും എന്റെ നാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതിയരെയും കൊണ്ടുവരും ഞാൻ. ഇതാണ് സംഭവിച്ചത്. ഈ പ്രവചന പൂർത്തീകരണം പത്രോസിലൂടെ നടന്നു എന്നാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവചന പൂർത്തീകരണം നടന്നത് പത്രോസിലൂടെയാണ്. അത് കാരണം യാക്കോബ് പറഞ്ഞു, വിജാതിയരുടെ മണ്ടയിൽ വലിയ ഈ ഇവന്മാരെഴുതിയ കൾട്ട് ബുക്കൊന്നും വിജാതിയരുടെ മണ്ടയിൽ കൊടുക്കണ്ട, നമുക്ക് അവർക്കൊരൊറ്റ നിയമം കൊടുക്കാം. ശ്വാസം മുട്ടിച്ച് കൊന്നത്, കഴുത്ത് ഞെരിച്ച, രക്തം, അശുദ്ധി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മാത്രം അകന്ന് നിൽക്കാനും
ബാക്കിയുള്ള കൃപയിൽ ജീവിക്കാനും അവരെ പറയാം, വലിയ നുകം കൊടുക്കണ്ട എന്ന് അവരെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. ഇവിടെയെല്ലാം നിങ്ങളെ ഇന്ന് കേട്ട ക്ലാസ്സിൽ പഴയ നിയമം പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലാസ് കേട്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ആരുടെ കൂടാണ് നടക്കുന്നതെന്ന്. കൃപയിലും വിശ്വാസത്തിലും കഴിയുന്ന ആൾക്കാരുടെ കൂടെയാണ് ദൈവമുള്ളത്. ഒരു പ്രയർ ഗ്രൂപ്പ് ആയിക്കോട്ടെ, പ്രയർ ഗ്രൂപ്പ് ലീഡർ ആയിക്കോട്ടെ, ഒരു പ്രാർത്ഥന നടത്തുന്നതായിക്കോട്ടെ, ഒരു വചനം പ്രസംഗിക്കുന്ന ആളാകട്ടെ, കൃപയിൽ വിശ്വാസത്തിലാണ് അവർ നടക്കുന്നതെങ്കിൽ അവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഒരു പ്രാർത്ഥന അഭിഷേകം പോലും ഹല്ലേലൂയ നിലത്ത് വീഴത്തില്ല പ്രിയപ്പെട്ടവരെ. അത് വളരുക തന്നെ ചെയ്യാം. ഇവിടെയൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുട്ടികൾ ചുമ്മാ മനസ്സിൽ ചുമ്മാ എന്തെങ്കിലും വെറുതെ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, വെറുതെ പറഞ്ഞാൽ മതി. വെറുതെ പറയുന്നത് പോലും സംഭവിക്കുകയാണ്. വെറുതെ പറഞ്ഞാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞതായി ലിസി ടീച്ചറിൻ്റെ മോൾ സോനയെടുത്ത് ഇവിടെ പാടുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, എടി നീ എന്നാ വിദേശത്ത് പോ, വെറുതെ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്നാൽ നീ വിദേശം വല്ലതും നോക്കാൻ പറഞ്ഞു. വെറുതെ പറഞ്ഞതാ. എന്നാൽ IELTS പോട്ടെ, നീ പോയിക്കോളാൻ പറഞ്ഞു. വേറെ എന്തോ ചിന്ത നിന്നപ്പം വെറുതെ പറഞ്ഞതാ. അവളത് ശുഭ്രത അത് കർത്താവിൻ്റെ മെസ്സേജ് അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ IELTS പോയി. അത് സാധാരണ 7 മാർക്ക് മതി, അവൾ 8 അടിച്ചു. അപ്പോൾ 8 അടിച്ചു. അത് ഇപ്പം ആസ്ട്രേലിയയിൽ പോകാനുള്ള എല്ലാം റെഡിയാവുകയും ചെയ്തു. അവൾ പോകാനും പോവുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്താ കാരണം, വർഷിപ്പ് ചെയ്യുന്നവരെ നമ്മൾ വെറുതെ പറയുന്ന വാക്ക് പോലും ദൈവം അത് പ്രവചനമാക്കി മാറ്റും. നമ്മൾ വെറുതെ പറഞ്ഞാൽ, ഒരു ദൈവദാസം വെറുതെ പറഞ്ഞാൽ മതി, അതുപോലും നടത്തി കൊടുക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ സർക്കിളിലൂടെയാണ് ജീവിക്കുന്നത്. കൃപ, ഹല്ലേലൂയ, കൃപ. ഓരോരുത്തരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് IELTS പാസ്സാക്കുന്നത്. എന്നിട്ട് പോയി ഇവിടെ 1 മാസം ജീസസ് വിഷനിൽ IELTS OET തുടങ്ങിയത് പാസ്സാവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ സൂമിൽ പറയുമ്പോൾ എത്ര ഹാൻഡ് റൈസാണ് പൊക്കുന്നത് നിങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങളത് യൂട്യൂബിൽ സാക്ഷി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നവർ IELTS പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് മാസത്തിൽ 1-2 വരുന്നത്. ഇവിടെ കെട്ടുകണക്കിന് യേശുക്രിസ്തു പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കെട്ടുകണക്കിന് ജോലി വാഗ്ദാനങ്ങൾ, കെട്ടുകണക്കിന് ആൾക്കാരെ ഓരോ മാസവും വിദേശ രാജ്യത്ത് പോകുന്നത്. എന്താ കാരണം എന്താണെന്നറിയോ, നമ്മുടെ റൂട്ട് അപ്പോസ്തലിക റൂട്ട് വഴിയാണെന്നുള്ള വിശ്വാസം നമുക്കുള്ളത് കാരണമാണ്. നമുക്ക് ആ വിശ്വാസമുണ്ട്. നമ്മൾ അങ്ങനെയാണെന്നുള്ളൊരു വിശ്വാസം നമ്മളെ ഭരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കൃപയിലും വിശ്വാസത്തിലും ശക്തിയായി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. വിശ്വാസ കൃപയിലൂടെയാണ് കടന്നു വരേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ഈ രീതിയിലൊന്ന് ചേഞ്ചായി നോക്ക്. ഈ പഠിച്ച രീതിയിലൊന്ന് ചേഞ്ചായി ദൈവവചനത്തിന് മുൻസ്ഥാനം കൊടുത്ത് ജീവിക്കാനും, ദൈവവചനം എന്ത് പറയുന്നു അത് കണക്കെ ഞാൻ പോകത്തുള്ളെന്ന് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറായി നോക്ക്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നടക്കും, നടക്കാതിരിക്കത്തില്ല, നടന്ന് കിട്ടിയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കും, വലിയ രോഗമാണെങ്കിൽ പോലും കർത്താവ് സുഖപ്പെടുത്തും. ഈ റൂട്ട് മതി. ഹല്ലേലൂയ. നിങ്ങളിത് ശക്തമായി ഈ റൂട്ട് സ്വീകരിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ നല്ലൊരു വർഷിപ്പിനായിട്ട് തയ്യാറാവാം. നമുക്ക് നല്ലൊരു വർഷിപ്പ്, എല്ലാം മറന്നുകൊണ്ട് നല്ലൊരു വർഷിപ്പ് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന് ആരാധിക്കുന്നവരെ ആവശ്യമാണ്, വർഷിപ്പ് ചെയ്യുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാവരും വർഷിപ്പിനായിട്ട്, നല്ലൊരു വർഷിപ്പിനായിട്ട് നമുക്കെല്ലാവർക്കും ഈ സമയം തയ്യാറാകാം. നല്ല രോഗശാന്തി ശുശ്രൂഷയിൽ അനേകം പേർ യേശുവിനെ തിരിച്ചറിയാൻ ഇടയാകട്ടെ. അനേകം പേർ യേശുവിനെ ആരാധിക്കാൻ ഇടയാകട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ ശനിയാഴ്ച ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാള് റൈറ്റ് കൊടുത്തെടുത്തിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും നല്ലൊരു കൈയടി ദൈവത്തിന് കൊടുത്ത് ആമേൻ, സന്തോഷത്തോടു കൂടി ആമേൻ, ശക്തിയോടെ ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ശക്തിയോടെ ആരാധിച്ചേ, ഉണർവോടെ ആരാധിച്ചേ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും നല്ലപോലെ ഒരു കൈകൾ അടിച്ചുകൊണ്ട് ക്ലാപ്പ്.
ശക്തി ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ ചേർന്നുകൊണ്ട് ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. എന്റെ കൃപ നിനക്ക് മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്ക് മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തണം എല്ലാവരും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ ചേർന്നോണ്ട് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ. ആമേൻ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ 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 കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തിയോട് ചേർന്ന് ആരാധിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളെ ബലം പകരട്ടെ. നീ കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ശക്തി ദൈവം നിനക്ക് നൽകട്ടെ. ദൈവം ആത്മാവിൽ പുതുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.